എന്തോ ഈ ഗ്യാസ് ഓഫാക്കിനോ? ആക്കിക്കമ്മേ. മോനെ നാരായണി അടുത്ത് പോയില്ലേ? കേട്ടില്ല. നമ്മളെ കാനാശ്ശേരിയിലെ ദാസനാ പറഞ്ഞ് നാരായണി അടുത്ത് പോയിന്ന്. കേട്ട പാടെ ഞാൻ ഏറ്റുകളെ രണ്ടിനെയും വിളിച്ച് ഇറങ്ങി ഓടിയതാ. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മോനെ. ഇവിടെ ദോശയുണ്ട്. ദോശ വേണ്ട മോനെ. ഭാസ്കര, എൻ്റെ മോനെ കണ്ടിട്ട് എത്ര കാലായി. ഇനി ഞാളെയൊക്കെ മറന്നുല്ലേ? നാരായണ അടുത്ത് എത്ര കാലമായി കിടത്തം കിടക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ വന്നു നോക്കും, അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളെന്തിനാ വന്നു നോക്കുന്നത്? വേറെ എത്ര ആൾക്കാരുണ്ട്, നിങ്ങൾ മാത്രം വന്നു നോക്കണോ? നീ ഒന്നും മിണ്ടാണ്ടിക്ക് ബിന്ദുവോ? അത് തന്നെ, വെറുതെ വർത്താനം പറയാ. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. സ്ഥിരമുള്ള സ്വഭാവമായിട്ട് എപ്പോഴും വിളിക്കുമ്പോൾ എന്നെ ഓടി വരുന്നത്, വേറെ ആരും വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ആദ്യം ഒന്ന് നിർത്തിക്കാളി. എൻ്റെ മോനാ? ഇത് ദേവകി മുത്തശ്ശി, മുത്തശ്ശിയുടെ മക്കളാ ഇന്ദു ആൻറ്റി, ബിന്ദു ആൻറ്റി. എടാ മോനെ, അച്ഛൻ ഞാളപ്പരിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? പിന്നെ മലയാളമൊക്കെ അറിയോ? പിന്നെ ആശാന്റെ പദ്യം വരെ ചൊല്ലും. ശരിക്കോ? എന്നാ ഒരെണ്ണം ചെല്ലു കേക്കട്ടെ. ഹായ്. നേരത്തെ എണീറ്റോ? അച്ഛമ്മ ഇല്ല, ആക്ച്വലി ആർ യു ഫ്രീ നൗ? എനിക്കൊരു വാക്കിന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ അങ്ങനെ അടുത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ. ബിസി ആണെങ്കിൽ കുഴപ്പമില്ല. ഞാനെന്താ പോവാലോ? എനിക്കൊരു 10 മിനിറ്റ്, ഞാൻ റെഡിയായി വരാം. I'll be downstairs then, yeah? എനിക്കെല്ലാം ഓക്കെ ആണോ? നേരത്തെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയ പോലെ തോന്നുന്നു. It's nothing. ഇപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ടതിൻ്റെ. എനിക്ക് ചെറിയ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. I was wondering എന്താ പ്രശ്നം എന്ന്. എനിക്ക് ഈ ട്രിപ്പിന് വരാനൊരു മൂഡില്ലായിരുന്നു. അത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്തിനാ വന്നേ? അച്ഛൻ ഫോഴ്സ് ചെയ്തു. എനിക്കൊരു നല്ല ചേഞ്ച് ആവുമെന്നൊക്കെ പറഞ്ഞു. എന്ത് ചേഞ്ച്? I was kind of in a bad state there. സംസാരിക്കണോ അതിനെപ്പറ്റി? A few months back, I went through this breakup. ഒരു 5-year long relationship ആയിരുന്നു. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയാം. എന്ത് പറ്റിയതാ? ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിൽ. നടുവിൽ ഐ ഡ്രോപ്ഡ് ഔട്ട്. പക്ഷെ അപ്പോഴും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരുന്നു.
പിന്നെ after graduation, she went on to London to do her masters. ഇപ്പോഴും we kept in touch. Out of nowhere, I get this call and she says, വേറെ ആരെയോ ഇഷ്ടമാണ്. കോൾ അങ്ങനെ തന്നെ വെച്ചു. പിന്നും പറയാൻ കിട്ടിയില്ല. ആരൊരു പിന്നെടുത്ത് ഇവിടെ ഇങ്ങനെ കുത്തിയ പോലെ. ഈ ഹാർട്ട് ബ്രേക്ക് എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഇതാണെന്ന് എനിക്കിപ്പോഴും എവിടെ കിട്ടി. പറയുമ്പോൾ കൂടെ എന്തോ ഒരു സ്ട്രെയിൻ സെൻസേഷനാണ് ഇവിടെ. I can't get over it. ഞാൻ പറയുന്നതിനെങ്കിലും മനസ്സിലാവുമെന്നറിയില്ല, എന്നാലും പറയാം. അത് കണ്ടോ? എന്ത്? ആ അത് വിട്. കണ്ണടച്ചേ. ഇനി ഇമാജിൻ ചെയ്യും, നിഖിലിൻ്റെ കയ്യിലൊരു ബട്ടർഫ്ലൈ വന്നിരുന്നു. നിഖിലിന് അതിനെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് പറക്കണം. ആൻഡ് യു ലെറ്റ് ഹർ ഗോ. അത് ചിലപ്പോൾ ആകാശത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പൂവിൻ്റെ മേലെ, അതുമല്ലെങ്കിൽ വേറെ ആരുടെയും കയ്യിൽ. പക്ഷെ ചിലപ്പോൾ അത് തിരിച്ചു വന്നേക്കാം. നിഖിലിൻ്റെ കൈ അന്വേഷിച്ചു. മേ ബി. പക്ഷേ അങ്ങനെ അല്ലെങ്കിലും അത് ഹാപ്പിയായി ഫ്രീ ആയി പറന്ന് നടക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയായാലും നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന മൊമെന്റ്സ് നിഖിലിന് എപ്പോഴും ചെറിഷ് ചെയ്യാം. കഴിഞ്ഞു, കണ്ണൂർന്നു. I was really warm. നീ അടുത്തുനിന്ന് ആരും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ട്. ശരിക്കും? Didn't you mean it? എന്തല്ല എല്ലാവരും ഉണ്ടെന്ന് കേട്ട്. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അധികം സമയമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞു. ഓ, ഇതാരാ? പേരക്കുട്ടിയാ ഹരി. രാജിൻ്റെ? അല്ല, ഗോവിന്ദൻ്റെ. ഇവൻ +2 ഒക്കെ കഴിഞ്ഞ് കോളേജ് ചേരാൻ നിൽക്കുക. ഏതാ കോഴ്സ്? എഞ്ചിനീയറിംഗ് ആയിരിക്കും. ഒരു കാര്യമില്ല. എൻ്റെ മോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതിലും ഉപയോഗമില്ലാത്ത എന്തിനോ ഒന്ന് PG എടുത്ത് ഇപ്പോൾ പണിയില്ലാണ്ട് വീട്ടിൽ നിൽക്കുക. കാലം മാറി. ഇപ്പം BA അല്ലെങ്കിൽ BCom, അതാ നല്ലത്. കളിയാട്ടത്തിനുണ്ടാകല്ലേ? തോന്നുന്നില്ല. ഇന്ന് പോകുന്നാണ് ഡോക്ടർ പറഞ്ഞു. ഓ, അപ്പോൾ പിന്നെ ഭാസ്കരനല്ലേ? അതെ. എന്നെ മനസ്സിലായോ? പിന്നെ രാജീവ് ഗോവിന്ദനൊക്കെ എന്ത് പറയുന്നു? ഓ, സുഖം തന്നെ. ഇത് ഗോവിന്ദൻ്റെ മോന്. ആ. ആ, എന്താ പേര്? ഹരി. വീട്ടിലെ കാര്യമൊക്കെ എങ്ങനെ പോന്നു? അങ്ങനെ പോന്ന്. മറ്റേ പെൻഷൻ്റെ കേസ് ജയിച്ച് ഇനി ഒരു കോമ്പൻസേഷൻ തരണം. ആ, അത് നന്നായി. ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്ന് വിശ്രമിക്കാമല്ലോ. ഞാൻ വന്നത് ഒരു കാര്യം പറയാനായിരുന്നു. തെക്കേ തൈക്കണ്ടി പറമ്പിൻ്റെ കാര്യമാണ്. അവിടെ ഇപ്പം എന്താ? പഴയ കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ നിങ്ങളെ അച്ഛനോട് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. അതിൻ്റെ ഗ്യാരണ്ടിയാ സ്ഥലം. പൈസ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. മൂപ്പര് സ്ഥലം അറ്റാച്ച് ചെയ്തു. അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു, ഏതെങ്കിലും കാലത്ത് നല്ലൊരു തുക കൊടുത്താൽ സ്ഥലം എനിക്ക് മടക്കി തരുന്ന കാര്യം ആലോചിക്കാമെന്ന്. അതൊക്കെ എനിക്കറിയാം. ഓ, അതിനിപ്പോൾ എന്താ മാറ്റം വന്നേ? ഇപ്പം എൻ്റെയൊക്കെ കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ സ്ഥലം മടക്കി വാങ്ങണമെന്നുണ്ട്. നിങ്ങളുടെ സ്ഥലമൊന്നും പറയണ്ട. എന്നാലും ചോദിക്കട്ടെ, നിങ്ങൾ എത്ര തരും? ഞാൻ 40 ലക്ഷം റുപ്യ തരാം. 40 സെൻറ്റിനോ? നിങ്ങൾ കളിയാക്കിയ? എന്നാ വിശ്വം പറ.
ഞാൻ എന്താ തരണ്ടത്? അച്ഛനെടുത്ത സമയത്ത് വലിയ വിലയില്ലാതെ കിടന്ന സ്ഥലമാണ്. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ബൈപ്പാസ് വന്നാൽ 5 മിനിറ്റ് വേണ്ട അങ്ങോട്ട് നടക്കാൻ. സെൻറ്റിന് 2 ലക്ഷത്തിൽ കുറയില്ല. 80. അത് തന്നെ കുറവാ. എന്താ വിഷയമായി പറയുന്നത്? നമ്മളെ കൊയിലാണ്ടിയിലേടിയ സെൻറ്റിന് 2 ലക്ഷം കിട്ടുന്ന സ്ഥലം അത് കുറച്ച് കൂടുതലാണ്. കാലം മാറി രാമേട്ടാ. റിയൽ എസ്റ്റേറ്റ് കയറിയില്ലേ? എന്നാലും ഇത് മാർക്കറ്റ് പ്രൈസിനേക്കാളും അധികമാണ്. ഞാൻ എൻ്റെ വില പറഞ്ഞു. നിങ്ങൾക്ക് തരാൻ പറ്റിയ നിങ്ങൾ വാങ്ങിച്ചോളി. വിശ്വ, എൻ്റെ അച്ഛനെയും അമ്മേനെയും അടയ്ക്ക മണ്ണാത്. എനിക്കറിയാലോ, അതിൻ്റെ സ്ഥലമൊന്നുമല്ല. തലമുറയായിട്ട് കൈമാറി വന്നതാ. അയ്യോ, തലമുറയുടെ കാര്യമൊന്നും പറയല്ലേ. പഴയ കഥകളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കുറയ്ക്കാം. പണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. 75 ലക്ഷം പൈസ തന്ന സ്ഥലം ഇങ്ങടെയാണ്. ഞാനൊരു 50 തരാം. എൻ്റെ രാമേട്ട, ബാർഗെയിനിങ്ങിനൊന്നും എനിക്ക് താല്പര്യമില്ല. 75 താഴാൻ പറ്റില്ല, ഫൈനലാണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. വാ. സേതു അടുപ്പായതാ? ഓ, കടയിൽ എന്തിനാ പോയത്? ഞങ്ങൾ പോട്ടെ. ശരി. നീ എവിടെ പോയതാ? ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയാ.